സംസ്ഥാനത്തേക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളായ രണ്ടുപേർ എക്സൈസിന്റെ പിടിയിൽ. അസം നഗോൺ സ്വദേശി ബഹറുൽ ഇസ്ലാം, ബംഗാളി ബീവി എന്നറിയപ്പെടുന്ന മാധവ്പൂർ സ്വദേശിനി ടാനിയ പർവീൻ എന്നിവരാണ് പിടിയിലായത്. കൊച്ചിയിലെ റേവ് മയക്കുമരുന്ന് പാർട്ടികൾ കൊഴിപ്പിക്കാൻ സ്ഥിരമായി കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചിരുന്ന പ്രധാന കണ്ണികളാണ് ഇന്ന് പിടിയിലായത്. മയക്കുമരുന്ന് കച്ചവടക്കാർക്കിടയിൽ ബംഗാളി ബീവി എന്നറിയപ്പെടുന്ന ടാനിയ പർവീനാണ് മുഖ്യകണ്ണി. ഉപയോഗിച്ചാൽ മരണം പോലും സംഭവിക്കുന്ന ഓറഞ്ച് ലൈൻ വിഭാഗത്തിലെ 33 ഗ്രാം ഹെറോയിനാണ് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ ടാനിയയുടെ കയ്യിൽ നിന്നും പിടികൂടിയത്. വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ 200 മില്ലിഗ്രാം ഹെറോയിനും പിടികൂടി. കഴിഞ്ഞ കുറച്ച് നാളുകളായി എക്സൈസ് നിരന്തരം നിരീക്ഷണത്തിൽ നിർത്തിയിരുന്ന ലഹരി വിൽപ്പനക്കാരിയാണ് ഇന്ന് പിടിയിലായ ടാനിയ പർവീൻ. ആവശ്യക്കാർക്ക് മയക്കുമരുന്ന് കൊച്ചിയിൽ എത്തിച്ചു നൽകി ഉടൻ തന്നെ പശ്ചിമ ബംഗാളിലേക്ക് മടങ്ങുന്നതായിരുന്നു പ്രതികളുടെ രീതി. ഇതുതന്നെയാണ് ഇവരെ പിടികൂടാൻ എക്സൈസിന് തടസ്സമായി നിന്നിരുന്ന ഘടകവും. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഇരുവരും ഏലൂർ പാതാളത്തിനടുത്ത് മുപ്പത്തടം എന്ന സ്ഥലത്തുണ്ടെന്ന് എക്സൈസ് കണ്ടെത്തി. ഇവരുടെ താമസ സ്ഥലം വളഞ്ഞാണ് പ്രതികളെ പിടികൂടിയത്. എക്സൈസ് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് വീടിന്റെ പിൻവാതിൽ വഴി ഓടാൻ പ്രതികളിൽ ഒരാളായ ബഹറുൽ ഇസ്ലാം ശ്രമിച്ചുവെങ്കിലും എക്സൈസ് പ്രതിയെ പിടികൂടി. പ്രതികളെ പിടികൂടുന്ന സമയത്ത് ഇരുവരും ലഹരി ഉപയോഗിച്ച നിലയിലായിരുന്നു. സ്ഥിരമായി ഓറഞ്ച് ലൈനിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഉറക്കത്തിൽ വിരുന്നെത്തുന്ന മരണമായിരിക്കും ഫലമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങുന്നവരെക്കുറിച്ചും വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 24 കൊച്ചി.